സാധാരണ നിലയിൽ അത് ഈ പ്രതിയുടെ ഭാഗത്തുനിന്ന് മറ്റ് പ്രകോപനങ്ങളൊന്നും ഉണ്ടായില്ല, അവശ്യ നിലയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോകുലും ബിനിലും തുടരുന്നുണ്ട്. ഗോകുൽ പറയാം, ഇപ്പോൾ എസ് പിയുടെ പ്രതികരണമാണ് കേട്ടത്. പ്രകോപനമൊന്നും പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല, അവശ്യ നിലയിലായിരുന്നു, അയാളെ വേഗം മെഡിക്കൽ പരിശോധനയ്ക്ക് കൊണ്ടുപോകുന്നുവെന്നാണ് എസ് പി വ്യക്തമാക്കുന്നത്. ഗോകുൽ. തീർച്ചയായും മെഡിക്കൽ പരിശോധനയ്ക്ക് അടക്കം അയാളെ കൊണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്ത് വലിയ രീതിയിൽ നാട്ടുകാരുടെ ഒരു തടിച്ചുകൂടൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നെന്മാറ സ്റ്റേഷനിലേക്ക് ഈ പ്രദേശത്തേക്ക് ഇയാളെ എത്തിക്കുക എന്നുള്ളത് ശ്രമകരമായ കാര്യമാണ്. അതിൽ പല പ്രശ്നങ്ങളുമുണ്ട്. ഏതായാലും പക്ഷേ ഇയാളെ പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമാകുന്ന, പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത. ഇത്തരത്തിൽ ഒരു വലിയ നാട്ടുകാരുടെ ഒരു സംഘം തന്നെ ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. നിങ്ങളൊക്കെ കുറെ നാളെ ഈ ഒരു ഇതിനു വേണ്ടി ഇത്തരത്തിൽ ഇയാളെ പിടികൂടാൻ വേണ്ടി ആളിനെ കണ്ടിട്ടില്ല. അത് കാണിച്ചു വന്നാലേ ഇതാകും. പിടികൂടി എന്ന് പറയുന്നത് ഒരു ആശ്വാസകാരിയാണ്. ആശ്വാസത്തിന് ഇത്തരത്തിൽ തന്നെ ഈ പ്രദേശവാസികളടക്കം പറയുന്നത് ഒരു ആശ്വാസം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ചെന്താമരയെ ഈ പ്രദേശത്തേക്ക് കൂടുതൽ പ്രദേശവാസികൾ പലരും ഇടയ്ക്ക് തടിച്ചു വരുന്നു, പലരും ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പ്രദേശവാസികളെല്ലാം തന്നെ അല്പം പ്രകോപിതരാണ്. കാരണം സ്വാഭാവികമായും ഇത്തരത്തിലെ പ്രദേശത്തെ ആകെ തന്നെ പ്രശ്നത്തിലാക്കിയ അല്ലെങ്കിൽ മുൾമുലയിൽ നിർത്തിയ ഒരു വൃത്തിയാണ് ഇത്. ചെന്താമരയുമായുള്ള വാഹനമാണ്. പോലീസ് ആ വാഹനത്തെ കണ്ടോ, അത്തരത്തിൽ തന്നെ വലിയ വൈകാരികമായി തന്നെയാണ് ആളുകൾ നിൽക്കുന്നത്. വൈകാരിക പ്രശ്നമായി തന്നെ ഈ ഒരു നിലനിൽക്കുന്ന ആളുകളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഈ പ്രദേശത്ത് തടിച്ചുകൂടിയിട്ടുണ്ട്. ചെന്താമരയും മറ്റൊരു പ്രൈവറ്റ് വാഹനത്തിലാണ് പോലീസ് എത്തിച്ചത്. വളരെ ശ്രമപ്പെട്ട് അകത്തേക്ക് കയറ്റി എന്നുള്ളതാണ്. പ്രദേശവാസികളൊക്കെ തന്നെ വലിയ ഒരു പ്രശ്നം, അതായത് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറിയാളെ മർദ്ദിക്കാൻ എന്നുള്ള രീതിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ദുഷ്കരമായി തന്നെയാണ് പോലീസ് ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അത്രമാത്രം ബുദ്ധിമുട്ടി ചെന്താമരയെ പോലീസ് സ്റ്റേഷനകത്തേക്ക് പോലീസ് കയറ്റിയിരിക്കുന്നു. വളരെ പ്രയാസപ്പെട്ട് ഈ ഒരു മറ്റൊരു വാഹനത്തിൽ, ഒരു പ്രൈവറ്റ് വാഹനത്തിൽ ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. വളരെ വലിയ വൈകാരിക പ്രശ്നമാണ്. പോലീസിനെ നിയന്ത്രിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ഈ നാട്ടുകാർ ഈ സ്റ്റേഷനുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും തടയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അത്രമാത്രം ഭീതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ മാറുന്ന രീതിയിലേക്ക് പോലീസ് സ്റ്റേഷന് മുന്നിൽ ജനങ്ങൾ തടിച്ചുകൂടുകയായിരുന്നു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളുമായി പോലീസ് സ്റ്റേഷനകത്തേക്ക് പ്രവേശിച്ചത്. വലിയ പ്രശ്നം, നാട്ടുകാരും പോലീസുമായി തന്നെ ഒരു ബഹളം എന്നുള്ള രീതിയിലേക്ക് പോകുന്നു. സ്വാഭാവികമായും നിയമം അത് പരിപാലിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ളൊരു പ്രശ്നം ഉണ്ടാകുന്നു. ഈ പ്രദേശവാസികളെയൊക്കെ തന്നെ ഗേറ്റിന് പുറത്തേക്ക് നീക്കുക എന്നുള്ള രീതിയിലാണ് പോലീസ് കാണുന്നത്. കാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ നാട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റുക, വളരെ പണിപ്പെട്ട് തന്നെയാണ് ഇവരെ മാറ്റുന്നത്. അത്രമാത്രം കലുഷിതമായൊരു അന്തരീക്ഷമാണ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ. നാടകീയമായ രംഗങ്ങളാണ്. വളരെയധികം പണിപ്പെട്ട് ഈ പ്രദേശവാസികളെ ഒരു സ്വകാര്യ വാഹനത്തിലാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചത്. നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം ഇരമ്പി. കാരണം 3 പേരെയാണ് ഇയാൾ വെട്ടിക്കൊന്നത്. അത്രയും ക്രൂരമായ കൊലപാതകം. ആ നാട്ടുകാരെല്ലാം ഭയത്തോടെയും ആശങ്കയോടെയുമാണ് ഇയാളെ പിടികൂടുന്നത് വരെ ജീവിച്ചത്. നേരത്തെ ആളുകൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട്, കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും ഭയമാണ് എന്ന്. ആ നിലയിലുള്ള അവസ്ഥയിലാണ് ആളുകളുടെ പ്രതിഷേധം ഇങ്ങനെ അണപൊട്ടുന്നത്. പക്ഷേ പോലീസിന് നിയമം പാലിച്ചേ മതിയാകൂ. അവരെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിന് പുറത്തേക്ക് മാറ്റിയിരിക്കുന്നു. ബിനിൽ കൂടി ചേരുന്നുണ്ട്. ബിനിൽ, ആളുകളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്, പക്ഷേ പോലീസിന് അത് തടയാതെയും നിവർത്തിയില്ല. കൃത്യമായി അയാളെ ഉള്ളിലേക്ക് കയറ്റിയോ?